പ്രിയ സജ്ജനങ്ങളെ, സദനമസ്കാരം. ഏകാത്മതാ സ്തോത്ര പഠനത്തിൽ നാം പുണ്യനഗരികളെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമുക്ക് ചിന്തിക്കേണ്ടത് അയോധ്യ, മധുര, മായ, കാശി വരെ നാം ചിന്തിച്ചു. കാഞ്ചീപുരം, അതാണ് അടുത്തത്. 7 മോക്ഷദായക നഗരങ്ങളിലൊന്നായ കാഞ്ചീപുരം ശിവകാഞ്ചി, വിഷ്ണു കാഞ്ചി എന്നീ 2 ഭാഗമാണ്. കാമാക്ഷി ക്ഷേത്രം എന്ന ശക്തിപീഠവും കാമകോടിപീഠം എന്ന ശങ്കരമഠവും ഇവിടെയുണ്ട്. ഏകാംബർനാഥ ക്ഷേത്രവും വരദരാജ ക്ഷേത്രവും ഇവിടുത്തെ പ്രസിദ്ധ ശിവവിഷ്ണു ക്ഷേത്രങ്ങളാണ്. ഈ നഗരവും പട്ടിനും വിദ്യാകേന്ദ്രങ്ങൾക്കും പ്രസിദ്ധമാണ്. കാഞ്ചീപുരം പട്ട്. നാഗാർജുനൻ, ഭൗതഘോഷൻ മുതലായ ആചാര്യന്മാർ ഇവിടെ വിദ്യാദാനം നടത്തി. രാമാനുജ ആചാര്യൻ ഇവിടുത്തുകാരനായിരുന്നു. കാഞ്ചീപുരത്തിൻ്റെ സമൃദ്ധിയും സൗന്ദര്യവും ജ്ഞാനവും ഇതിനെ ദക്ഷിണ ഭാരതത്തിലെ പ്രാചീന പ്രമുഖ കേന്ദ്രമാക്കിയിരിക്കുന്നു. തമിഴ്നാട്ടിലാണ് കാഞ്ചീപുരം സ്ഥിതി ചെയ്യുന്നത്. അവന്തിക, അടുത്ത സ്ഥലം. വിക്രമാദിത്യ ചക്രവർത്തിയുടെ തലസ്ഥാനമായിരുന്ന ഉജ്ജയിനിയുടെ പേരാണ് അവന്തിക. ത്രിപുരാസുരനെ പരമശിവൻ ജയിച്ചതിനാലാണ് ഇതിന് ഉജ്ജയിനി എന്ന പേര് വന്നത്. മഹാകാലൻ എന്ന ജ്യോതിർലിംഗം ഇവിടെയാണ്. ഇതൊരു ശക്തിപീഠവുമാണ്. ശിവപുരാണത്തിലും മറ്റു പുരാണങ്ങളിലും ചരിത്രത്തിലും ഉജ്ജയിനിയുടെ മഹത്വം വർണ്ണിക്കപ്പെട്ടിട്ടുണ്ട്. നിരവധി അത്ഭുതങ്ങൾ ഈ പുണ്യക്ഷേത്രം സാക്ഷിയായിട്ടുണ്ട്. ഭഗവാൻ ശ്രീകൃഷ്ണനും സുധാമാവും കുചേലൻ ഇവർ 2 പേരും ചെറുപ്പകാലത്ത് പഠിച്ച സാന്ദീപനി ആശ്രമം ഇവിടെയാണ്. കർക്കരേഖയും ശൂന്യരേഖാംശവും ഇവിടെ ചേരുന്നു എന്നാണ് നമ്മുടെ സങ്കല്പം. അതിനാൽ ഇവിടെ ഒരു വ്യോമ നിരീക്ഷണ കേന്ദ്രവുമുണ്ട്. ആധുനിക ശാസ്ത്രവിദ്യയുടെ വ്യോമ നിരീക്ഷണ കേന്ദ്രം. വിദ്യയുടെയും കലയുടെയും ആധ്യാത്മികതയുടെയും സംഗമസ്ഥാനമായിരുന്നു പ്രാചീനം മുതലേ അവന്തിക എന്ന ഉജ്ജയിനി. കാളിദാസൻ, വരരുചി, ഭർതൃഹരി എന്നിവർ ഇവിടെ ജീവിച്ചിരുന്നു. വരാഹമിഹിരൻ എന്ന ഗണിതശാസ്ത്രജ്ഞനും ഇവിടെ വസിച്ചിരുന്നു. ക്ഷിപ്ര നദിക്കരെയുള്ള ഈ നഗരത്തിന് പത്മാവതി, കുമുദ് വനി എന്നെല്ലാം പേരുണ്ടായിരുന്നു. ഇവിടെ 12 വർഷത്തിലൊരിക്കൽ കുംഭമേള നടക്കുന്നു. ഗോപാൽ മന്ദിർ, ഖണ്ഡകാളിക, കാലഭൈരവ്, വേദശാല, ഭർതൃഹരി മന്ദിരം എന്നിവ ഇവിടെ പ്രസിദ്ധമാണ്. മധ്യപ്രദേശിലെ പശ്ചിമ ഭാഗത്ത് ഈ നഗരം ഇൻഡോറിനടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്നു. അവന്തിക എന്ന ഉജ്ജയിനി. അടുത്തത് വൈശാലിയാണ്. 24ാമത് ജൈന തീർത്ഥങ്കരൻ മഹാവീരൻ ഇവിടെയാണ് ജനിച്ചത്. ഇത് ബീഹാറിലാണ്. അതിനാൽ ജൈനമതക്കാരുടെ പ്രധാന തീർത്ഥസ്ഥലമാണ് വൈശാലി. ഭഗവാൻ ബുദ്ധൻ ഇവിടെ താമസിച്ചിരുന്നു എന്നതിന് അനേകം തെളിവുകളുണ്ട്. ഇക്ഷ്വാകു വംശത്തിലെ വിശാല രാജാവ് സ്ഥാപിച്ചതിനാൽ ഇതിന് വൈശാലി എന്ന പേര് വന്നു. ഇത് ലിച്ഛവീകണ്ഠ രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു. മിഥിലയിലേക്ക് പോകുന്ന വഴി ശ്രീരാമൻ ഇവിടെ തങ്ങിയിരുന്നു. ലോകത്തിലെ ആദ്യത്തെ ഗണരാജ്യമെന്ന് ലിച്ഛവിക്ക് പ്രസിദ്ധിയുണ്ട്. ഫാഹിയാൻ, ഹുയാൻസാങ് എന്നീ ചൈനീസ് സഞ്ചാരികൾ ഈ നഗരത്തെ അവരുടെ ചരിത്രരേഖകളിൽ വർണ്ണിച്ചിട്ടുണ്ട്. 7000 ഉദ്യാനങ്ങളും താമരക്കുളങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ അശോകസ്തംഭം പുതിയതുപോലെ സംരക്ഷിക്കപ്പെട്ടിരുന്നു. ഇന്ന് നമുക്ക് 3 പുണ്യനഗരങ്ങളെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. കാഞ്ചീപുരം, അവന്തിക എന്ന ഉജ്ജയിനി, വൈശാലി. അയോധ്യ, മധുര, മായ, കാശി, കാഞ്ചി, അവന്തിക, വൈശാലി. നമുക്ക് നാളെ ദ്വാരകയെക്കുറിച്ച് പഠനം തുടരാം. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.